പ്രിയ ദൈവജനമേ, നമ്മുടെ ഉള്ളിലെ ദൈവവിശ്വാസത്തെയും ആത്മീയതയും ഉണർത്താൻ സഹായിക്കുന്ന ഒരു ദിവ്യ സന്ദേശമാണ് കടുകുമണിയുടെ ഉപമ. പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ഈ കുഞ്ഞു വിത്ത് നമ്മുടെ മനസ്സിന് വലിയൊരു ഉൾക്കാഴ്ചയും ആശ്വാസവും നൽകുന്നുണ്ട്. ഈ കൊച്ചു വിത്തിൽ അടങ്ങിയിരിക്കുന്ന ജീവന്റെ വലിയ രഹസ്യം എന്നിലും നിങ്ങളിലും ഒരുപോലെ പ്രതിഫലിക്കേണ്ട ആഴമേറിയ ഒന്നാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വന്തം കണ്ണുകൾ കൊണ്ട് നിരന്തരം നേരിട്ട് കണ്ടിട്ടും ഈശോയുടെ കൂടെ നടന്ന ശിഷ്യർക്ക് പോലും വിശ്വാസത്തിൽ വലിയ കുറവുകൾ ഉണ്ടായിരുന്നു. അവർ കർത്താവിനോട് ചേർന്ന് നടന്നിട്ടും അവരുടെ ഹൃദയങ്ങളിൽ ആഴത്തിലുള്ള ഉറപ്പില്ലാത്ത അവസ്ഥ യേശു നേരിട്ട് കണ്ടിരുന്നു. അതുകൊണ്ടാണല്ലോ കടുകുമണിയോളം മാത്രം ചെറിയൊരു വിശ്വാസമെങ്കിലും ഉണ്ടെങ്കിൽ വലിയ മലകളെ പോലും നീക്കാൻ സാധിക്കുമെന്ന് കർത്താവ് തന്റെ ശിഷ്യരെ ഓർമ്മിപ്പിച്ചത്. കണ്ണുകൊണ്ട് കാണുന്നതിലല്ല, പ്രത്യുത ഹൃദയം കൊണ്ട് ദൈവത്തിന്റെ പരമാധികാരത്തെ മുറുകെ പിടിക്കുന്നതിലാണ് യഥാർത്ഥ വിശ്വാസമെന്ന് ഇന്നും അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു. സ്വന്തം പരിമിതികളെയും കുറവുകളെയും ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു ആത്മീയ അവസ്ഥയാണ് ഈ വിശുദ്ധ ഉപമയിലൂടെ പ്രകടമാകുന്നത്. ഓരോ തകർച്ചയിലും ദൈവത്തിന്റെ അദൃശ്യമായ പദ്ധതികളെ വിശ്വസിക്കാനുള്ള വലിയൊരു മാതൃക ഈ ചെറിയ സങ്കല്പം നമ്മെ കാട്ടിത്തരുന്നു. പ്രകടനാത്മകത നിറഞ്ഞ നമ്മുടെ ഈ കാലത്ത് ഒതുക്കവും ആഴവുമുള്ള ഒരു ആത്മീയത രൂപപ്പെടുത്താൻ ഈ ഉപമ നമ്മെ സഹായിക്കും. അവിടുത്തെ സ്നേഹവും കരുണയും തിരിച്ചറിഞ്ഞ് നമ്മുടെ ഹൃദയം കൂടുതൽ അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് ആഴത്തിൽ പതിപ്പിക്കേണ്ടതുണ്ട്. അന്ത്യകാല നിമിഷങ്ങളിലൂടെ നാം കടന്നുപോകുന്ന ഈ വേളയിൽ ഈ കുഞ്ഞു വിത്തിന്റെ കരുത്തുള്ള അടിയുറച്ച വിശ്വാസം നമുക്കേവർക്കും അത്യന്താപേക്ഷിതമായി മാറുന്നു. പ്രതിസന്ധികളും ആത്മീയ തകർച്ചകളും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ ഇത്തരം സുദൃഢമായ ഒരു ഹൃദയഭാവം അല്ലാതെ മറ്റൊരു വഴിയുമില്ല. പ്രിയ സഹോദരങ്ങളെ, ആ ആഴമേറിയ വിശ്വാസം സ്വന്തമാക്കാൻ നാം ആദ്യം തന്നെ നമ്മുടെ അഹംഭാവങ്ങളെ പൂർണ്ണമായി വെടിഞ്ഞ് വിനയത്തിന്റെ വഴി സ്വീകരിക്കണം. വിനയം, അനുസരണം, ജീവകാരുണ്യം, അനുതാപം എന്നീ 4 പുണ്യസ്തംഭങ്ങളാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഉറപ്പിച്ചു നിർത്തേണ്ടത്. നമ്മുടെ തെറ്റുകളെയും പോരായ്മകളെയും ദൈവത്തോട് തുറന്നു പറഞ്ഞ് മാപ്പിരക്കുമ്പോൾ കുമ്പസാരത്തിലൂടെ നമ്മുടെ ഹൃദയം കൂടുതൽ നിർമ്മലമായി തീരുന്നു. ഈ പുണ്യങ്ങളിൽ വളരുമ്പോൾ മാത്രമാണ് ആ കടുകുമണി പോലുള്ള കൊച്ചു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമായി രൂപപ്പെടുന്നത്. പൂർണ്ണമായ പശ്ചാത്താപത്തോടെയും എളിമയോടെയും ദൈവത്തിലേക്ക് തിരിയുമ്പോൾ അവിടുന്ന് നമ്മെ തന്റെ വലിയ കൃപയാൽ നിറയ്ക്കുമെന്നത് തീർച്ചയാണ്. അങ്ങനെ ഈ പുണ്യങ്ങളിൽ അധിഷ്ഠിതമായ ആത്മീയതയിലൂടെ മാത്രമേ കടുകുമണിയോളം പോന്ന ആ അത്ഭുത വിശ്വാസം എന്നിലും നിങ്ങളിലും വളരുകയുള്ളൂ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.